കഴിക്കാൻ എന്നാ വേണ്ടേ? 2 പൊറോട്ട. ആ കറി 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 കറിയാ? ആ എന്ത് കറിയുള്ളേ? ഇറച്ചിക്കറി ഉണ്ട്. ഇറച്ചിക്കറി ഉണ്ടോ? ആ ഫ്രൈ റോസ്റ്റാ? ഫ്രൈയും ഉണ്ട് റോസ്റ്റും ഉണ്ട്. ഫ്രൈയും റോസ്റ്റും രണ്ടും ഉണ്ട്. വേറെ ഒന്നുമില്ലല്ലേ? മുട്ടക്കറി ഉണ്ടാ? മുട്ടക്കറി ഉണ്ട് ഉണ്ട്. എനിക്ക് എന്ത് ഇഷ്ടം എന്നറിയാം. ആ മുട്ട ചാറ് ഇത്ര ഒഴിച്ചത്. 2 പൊറോട്ട ചാറ്. എടാ ഒരു ദിവസമെങ്കിലും കാശ് കൊടുത്ത് കറി മേടിക്കടാ. നിനക്ക് വേണമെങ്കിൽ ഞാൻ സാമ്പാർ തരാം. വേണോ വേണ്ടോ? മതി, എനിക്കത് മതി. ആ എന്തുവാ വേണ്ടേ കഴിക്കാൻ? 2 പൊറോട്ട, ആ 1 മുട്ടക്കറി, 1 ചായ. ആ ഈ കൊച്ചിന് 2 പൊറോട്ട മുട്ടക്കറി ചായ. നീ എന്നാടാ ഭിത്തിയിലാണോ ഇപ്പൊ പൊറോട്ട അടിക്കുന്നത്? ഒന്ന് സ്ലിപ്പായതാണ്. നീ ആകെ ഒന്ന് സ്ലിപ്പായിരിക്കുവാ. കടയിൽ ആള് കയറി നിറഞ്ഞാലും വിളമ്പ് എന്റെ ജോലിയല്ല എന്ന് പറഞ്ഞ ഒരു കൈ സഹായിക്കാത്ത നീ ഈ പെണ്ണ് വരുമ്പോ മാത്രം കിട്ടി വിളമ്പാൻ നിൽക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാകത്തെ. അത് പിന്നെ കേട്ടില്ലേ പഴമക്കാര് പറയുന്നേ? എന്ത് ഉണ്ടാക്കിയാ മാത്രം പോരാ, തിന്നാനും കൊടുക്കണോ? എന്നിട്ട് പെണ്ണുങ്ങൾ വരുമ്പോ മാത്രമേ അത് ഓർമ്മ വരുത്തുള്ളൂ. എന്നാണെന്നറിയില്ല, പെൺപിള്ളേരെ കാണുമ്പോഴേ ഉണ്ടാക്കിയ കാര്യം തിന്നുന്ന കാര്യം ഓർമ്മ വരുത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ഇളക്കൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒടുവില് വിളമ്പി കൊടുക്ക അവളി കടയിൽ കയറാത്ത അവസ്ഥ വന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം നീ അറിയുവേ. ഇവള് ഇവിടെ വരാ, എവിടെ പോവാനാ? അവൾ ഇന്നും കട വന്നായിരുന്നു. 2 പൊറോട്ടയും മുട്ടക്കറിയും ചായയും. അവളോ? എന്നിട്ട് ഇന്നും പൊറോട്ടയും മുട്ടക്കറിയും ചായയും കുടിച്ചെന്നെ ചിരിച്ചു കാണിച്ചു. എടാ അവളെ ഏതാ എവിടെ നിന്നൊക്കെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? അവളൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാന്നേ. അച്ഛനാണെ തളർന്നു നടക്കുന്നു, അമ്മയ്ക്കാണെ ക്ഷയം. ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ലെന്നേ. അവൾക്ക് താഴെ 2 അനിയത്തിമാരാ. 2 പേരും പഠിക്കുക. അവള് ജോലിക്ക് പോയിട്ട് ആ കുടുംബം തന്നെ കഴിയുന്നേ. അപ്പൊ നീ അവളോട് ചോദിച്ചായിരുന്നല്ലേ? ഇല്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? അവളുടെ ലുക്കൊക്കെ കണ്ടിട്ട് ഊഹിച്ചു പറഞ്ഞതാ. അവൾ എനിക്ക് ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. അവളെ കാണുമ്പോഴൊക്കെ എന്റെ പെണ്ണ് എന്നൊക്കെ മനസ്സിന് ആരോ പറയുന്ന പോലെ. അവൾക്ക് എന്നെ ഇഷ്ടാണ്. നീ ഇതുവരെ പറഞ്ഞത് വെച്ച് നോക്കിക്കഴിഞ്ഞാ ഒന്നും ശരിയാണുള്ള വഴിയില്ല. പിന്നെ അവള് നിന്നെ പോലൊക്കെ തന്നെയാണല്ലോ, വലിയ ഗ്ലാമർ ഒന്നുമില്ലല്ലോ. ഓഹോ, നിനക്കും നിന്റെ പെണ്ണിന് ഭയങ്കര ഗ്ലാമർ ആണല്ലോ. അല്ലറിയാൻ പാടില്ല ചോദിക്കുക, അവളുടെ ഗ്ലാമർ മുഴുവൻ അവളുടെ കൊണ്ടയിലാണോ? അല്ല, നീ ഏത് നേരം അവളുടെ കൊണ്ടയും വരച്ചോണ്ടിരിക്കുന്ന ചോദിച്ചതാ. ശരിയാണല്ലോ അളിയ, എന്റെ പെണ്ണിനെ നമ്മുടെ കടയിലെ അനീഷ് 15ാം കടവ് കോളനി ബസ്സിൽ വെച്ച് കാണാറുണ്ട്. അവളുടെ ലുക്കൊക്കെ കണ്ടിട്ട് അവൾ അവിടുത്തെ കാര്യമാകാനാ ചാൻസ്. നമുക്ക് ആ കോളനി വഴി ഒന്ന് ചുമ്മാ കറങ്ങി നോക്കിയാലോ? അത് വേണോ? അല്ല, കോളനി നമ്മൾ ഒരാളോടും ഒരു പ്രശ്നത്തിനും പോകുന്നില്ല. ചുമ്മാ അതുവഴി പോകുന്നു, നമ്മളൊന്ന് നോക്കിട്ട് പോരുന്നു. ഒരാളോട് മിണ്ട പോലും ചെയ്യുന്നില്ല. അല്ലല്ലേ, പ്ലീസ് അല്ലയോ, ഒന്ന് പറയണം പ്ലീസ്. ഓടാൻ തുടങ്ങിട്ട് കൊറേ ആയല്ലോ. എവിടാടാ ഈ സ്ഥലം? നിർത്തി തരാ. ഇതിനകത്ത് എവിടെയാ വീട്? ഞാൻ അപ്പോഴേ പറഞ്ഞത് ഊരും പേരും എന്നറിയാതെ പെണ്ണിനെ അന്വേഷിക്കാൻ ഇറങ്ങരുതെന്ന്. നമുക്ക് ആരെങ്കിലും ചോദിച്ചാലോ? എന്ത് വാങ്ങാത്ത ചോദിക്കാൻ? നമുക്ക് ആ പേര് പോലും അറിയാൻ പാടില്ല. എന്റെ വായിക്കുന്നതും കേൾക്കരുത്. എടാ, എന്റെ മനസ്സ് പറയുക എനിക്ക് നമ്മളെ കാണാൻ നീ ആരാ കണിയാനോ?
അല്ല ഈ ഏരിയ അത്ര ശരിയല്ല കേട്ടോ. വാ എടാ വാടാ. എന്തേലും പറ്റിയോ? പ്രശ്നം ഉണ്ടാക്കലടാ. വെറുതെ പ്രശ്നം ഉണ്ടാക്കും. കാല് പിടിച്ച് മാത്രം എന്നോട് ക്ഷമിക്കേട്ടാ. പൊന്നിയേട്ടാ എന്റെ പൊന്നിയേട്ടാ എന്റെ ഭാഗത്ത് തെറ്റേട്ടാ. എന്റെ തെറ്റേട്ടാ. എന്റെ തെറ്റേട്ടാ. പിന്നെ അടങ്ങിയിരിക്കും സിബി. എടാ ഇടിക്കണമാരെ ആള് മാറി ഓടിക്കോ. ഓടിക്കോ. ഞാൻ അപ്പഴേ പറഞ്ഞാണ് നിന്നോടൊക്കെ എത്ര സ്റ്റിച്ചൻഡ്രാ? 2. അല്ല നിങ്ങൾ എന്തിനാണ് അന്നേരം തല പുറത്തേക്കിട്ട് നോക്കാൻ പോയത്? ഓടുന്ന വണ്ടിയിലിരുന്ന് കൈയും തലയും പുറത്തിട്ടിരുന്ന് നിയമമുള്ളല്ലേ? അതൊന്നും അല്ലടാ. 2 സ്റ്റിച്ചറിനൊന്നും ഇവന്റെ തലക്ക് യോഗം ഉണ്ടെങ്കിൽ ഏണി വെച്ച് കയറി ആ ഇഷ്ടി അവൻ ഹെഡ് ചെയ്തു. പിന്നെ പ്രേമത്തിന് വേണ്ടി ചോര ചെയ്യുന്നതൊക്കെ പറഞ്ഞ എന്റെ ജോപ്പാ ശുദ്ധ മണ്ടത്തിലോ. അത് ജീവിതം നിന്നെ അത് പഠിപ്പിക്കും. ഈ ഞാനും ഒത്തിരി ചോര ചെയ്യുന്നിട്ടുള്ളവനാ, അറിയാമോ? പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ കൂടെ പഠിച്ചൊരു സരളയുണ്ട്. എന്താ അവളുടെ ഒരു സൗന്ദര്യം. ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചു, സരളെ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എന്നോട്ടെന്ന് ചോദിച്ചു. അവൾ അപ്പൊ തന്നെ തന്നു. ഉമ്മയല്ല, ചെരുപ്പൂരി മുഖം പൊത്തിരി ഒറ്റടി. ചോര ചീന്തുവല്ലായിരുന്നു, മൂക്കി കൂടി ചീറ്റുമായിരുന്നു. അധികം ചിരിക്കണ്ട, ചിച്ചുപൊട്ടും. ഇത് അതുപോലെ നല്ലെന്നേ. അവളിതിനൊന്നും കുറ്റം പറയാൻ പറ്റിയല്ല. ഒരു കാപ്പി കളർ ചുരിദാറിട്ട പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് അവളായിട്ട് തോന്നി, അത്രേ ഉള്ളൂ. അതെ, അവളെ കുറ്റം പറയാൻ പറ്റില്ല. മനസ്സിൽ നമ്മൾ ആരെ വിചാരിക്കുന്നുവോ കാണുന്നവരെല്ലാം നമുക്ക് അതായിട്ട് തോന്നും. അപ്പൊ നിന്നെയും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഊരും പേരും അറിയാത്ത പെണ്ണിനും തപ്പി പോയില്ലേ, നീയോ ആ പൊട്ടന്മാരും കൂടി പോയതിന് തെറ്റെന്ന് പറയാനേ പറ്റില്ല. ചെറിയൊരു കുത്തിക്കൊഴുപ്പ് എന്ന് വേണേ പറയാം, അത്രേ ഉള്ളൂ. കാശിന്റെ ലോട്ടറി എടുത്തോ, സമയം ബെസ്റ്റാ. 15 കടവ് കോളിനി ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കിട്ട് രക്ഷപ്പെടാന്ന് പറഞ്ഞാ ഒരൊന്നൊന്നര ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞ ഇവന്മാർക്കിട്ട് ഒരെണ്ണം കിട്ടിയാലും തരക്കേടില്ലെന്നാ. ഈ ഇവന്മാരുടെ പ്രേമം ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഒരുത്തൻ 10 പാസ്സായിട്ടില്ല. അവൻ പ്രേമിക്കണതേ 10ാം ക്ലാസ്സുകാരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറാ. അതും വേറെ ജാതി. വേറൊരുത്തൻ പ്രേമിക്കണത് ഏതും പോരാത്തൊരു പാസ്റ്ററുടെ മകളാ. അവള് പഠിക്കണതേ ഡിഗ്രിക്ക്. അവൻ ഡിഗ്രി എഴുതണമെങ്കിൽ 2 പേരോടെങ്കിലും ചോദിക്കണം. പിന്നെ ഇവന്റെ കാര്യം കണ്ടില്ലേ, ഒരു പെണ്ണിനെ പ്രേമിക്കുന്നത് ഊര് പേര് അഡ്രസ് ഒന്നും അറിയില്ല. ആകെ കൂടി പരിചയം ഇവനുണ്ടാക്കുന്ന വൃത്തികെട്ട പൊറോട്ട തിന്നാൻ വല്ലപ്പോഴും ആ കടയിലൊന്നും വരും. ഇതൊന്നും ശരിയാവത്തില്ല. ഇപ്പൊ ഇവന് കിട്ടും, ഇനി അവന്മാർക്കിട്ടും കിട്ടും, ഉറപ്പാ. അല്ല, ഇതാര് ഗീതാന്റിയാ? കഴിഞ്ഞ പ്രാവശ്യം ചേട്ടന്റെ പാന്റിന്റെ മൂട് കീറിയപ്പോ വന്നിട്ട് പോയതാ. പിന്നെ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നില്ല. ഇപ്പൊ തയ്പ്പീരൊക്കെ കുറവാ, എല്ലാവർക്കും റെഡിമെയ്ഡ് മതിയെന്നേ. അതാ. എന്ത് റെഡിമെയ്ഡ്? അവനവന്റെ അളവിനും പാകത്തിനും തയ്ച്ചിരുന്ന സുഖം കിട്ടുവാ ഈ റെഡിമെയ്ഡിന്? അതില്ല, ചുമ്മാ ജാടാ. ഓ പിന്നെ സാരി തന്നെ ഉടുത്ത് ഞാനങ്ങ് മടുത്തു. ഇനി ചുരിദാറിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുക. ചതിക്കരുത്. സാരി
സാരി മതി. നല്ല സെറ്റ് സാരിയെ കൊടുത്ത് ഞാൻ തയ്ക്കുന്ന ഫ്രണ്ടൊക്കെ ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട് ബാക്ക് ഒക്കെ നല്ല ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട് ആന്റി അങ്ങ് നിന്ന എന്റെ പൊന്നോ നല്ല ലക്ഷണോ പിടിയാനെ നിക്കണ പോലല്ലേ. ഓ ചേട്ടന് ഞാൻ ചുരിദാർ ഇടുന്നതാ ഇഷ്ടം. ചിലരങ്ങനെ തിന്നുമില്ല, മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കയില്ല. പിന്നെ ഷിബുവേ ഞാൻ പുതിയൊരു അടിപ്പാവാട വാങ്ങി. അതിന് ഇച്ചിരി ഇറക്ക കൂടുതലാ. 2 ഇഞ്ച് ഒന്ന് മടക്കി അടിച്ചേക്കാം. പിന്നെന്താ ആന്റി നാളെ ഇങ്ങ് പോര്. എന്നാ പോട്ടെ. പിന്നെ പുതിയ സാരി എടുക്കുമ്പോഴത്തേക്ക് ബ്ലൗസ് ഈ സ്പെഷ്യലിസ്റ്റിന് തന്നെ തന്നെ. കാരണം ഞാൻ കുറച്ച് പുതിയ മോഡൽസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പുതിയ ആൾ എടുത്ത് തയ്ക്കാന്നേ. പിന്നെന്താ വരട്ടെ. അടിച്ചു കൊറ. ആ തള്ള പഠിച്ച കള്ളിയാ. ഇനി അവരോട് വന്നെങ്കിലേ അവരുടെ ഭർത്താവിന്റെ പാന്റിന്റെ മൂട് കീറണം. അല്ലെങ്കിൽ അവര് പുതിയ അടിപ്പാവാട മേടിക്കണം. നോക്കിക്കാ തയ്ക്കടാ. എനിക്ക് നോക്കാം.